പാറ്റ്നയിൽ നിന്ന് വൈശാലി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്ര ഞങ്ങൾ രാവിലെ ആരംഭിച്ചതാണ്. ആ ഭാഗത്തുള്ള ഏതാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു യാത്ര നടത്തിയത്. ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അശോക സ്തംഭ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ്. പില്ലേഴ്സ് ഓഫ് അശോക എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. മനോഹരമായ ഗാർഡന്റെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ധാരാളം നെല്ലിമരങ്ങളും ചുറ്റുപാടും ഞങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ഒരു ഫീസ് ഇനത്തിലാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ള എൻട്രി അനുവദിക്കുന്നത്. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ ഒരു പ്രദേശം യഥേഷ്ടം ഇഷ്ടപ്പെടുകയുള്ളൂ. അത്രമാത്രം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പാണ് ഇതിന്റെ ചരിത്ര കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള അശോക സ്തംഭ് നമുക്ക് കാണുവാൻ സാധിക്കും. അവയെല്ലാം 3-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത്രമാത്രം പഴക്കവും അത്രമാത്രം ചരിത്രം ഉറങ്ങിക്കിടക്കുന്നതുമായ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഇവ ഇപ്പോൾ നിലകൊള്ളുന്നത്, സംരക്ഷിച്ചു വരുന്നത്. നല്ലൊരു ശതമാനം ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പിലെ കണ്ടതാണ് അശോക സ്തംഭ് എന്ന് പറയുന്നത്. നല്ല ഉയരത്തിലുള്ള സ്തൂപ രൂപത്തിലുള്ള അശോക സ്തംഭം. അതുതന്നെയാണ് ഈ ഒരു സൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനോട് അനുബന്ധിച്ച് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ, അവയൊക്കെയാണ് ഇന്നും അവശേഷിപ്പുകളായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവ ഇപ്പോൾ കാണപ്പെടുന്നത്. ഏതായാലും ചുറ്റുപാടുമൊക്കെ പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലും ഗാർഡൻ വച്ചുപിടിപ്പിച്ചും നല്ല രീതിയിലാണ് ബീഹാറിന്റെ ടൂറിസം വകുപ്പ് ഇത് ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. അത് പ്രത്യേകം അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. കാരണം ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക്, ചരിത്രം അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സംരക്ഷണം പോലെയാണ് ബീഹാറിന്റെ പല ഭാഗത്തുമുള്ള ചരിത്ര അവശേഷിപ്പുകൾക്ക് ഈ ടൂറിസം നൽകുന്ന വലിയൊരു വില എന്ന് പറയുന്നത്. അത് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെയും ഏക്കർ കണക്കിന് സ്ഥലത്ത് മനോഹരമായ രീതിയിൽ ഇത് സംരക്ഷിച്ചു വരികയാണ്.